പൊതുവേദികളിൽ വി.എസ്. അച്യുതാനന്ദനെത്തിയാൽ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ വിപ്ലവ വീര്യം ഒന്നുകൂടി തിളച്ചു പൊങ്ങും. അവർ ആർത്തു വിളിക്കും, കണ്ണേ കേരളെ വി.എസ്.എ, കേരള മണ്ണിൻ പൊന്മുത്തേ. മലയാളികൾക്ക് കണ്ണും കരളുമൊക്കെയാണ് വി.എസ്. വിഭാഗീയതയുടെ കാലത്തും വി.എസ്. വേദികളിലേക്ക് എത്തുമ്പോൾ നിശബ്ദത പാലിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നവരുടെ പോലും മുഷ്ടികൾ ചുരുളുമായിരുന്നു. വി.എസിനെ അഭിവാദ്യം ചെയ്യുന്നവരെല്ലാവരും CPM പ്രവർത്തകരാകണമെന്നില്ല. പാർട്ടി എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും അന്നേ വി.എസ്. ഒരു ആവേശമാണ്. വി.എസ്. എന്ന മല്ലക്കയുടെ വിപ്ലവ സൂര്യന് 100 കഴിഞ്ഞു പ്രായം. ആ സൂര്യൻ്റെ ചെങ്കതിർ ശോഭ അനുഭവങ്ങളുടെ ആലയിൽ ചുട്ടുപഴുത്ത് രൂപപ്പെട്ടതാണ്. അച്യുതാനന്ദന് 4 വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് വസൂരി വന്നത്. അത്യാസന്ന നിലയിൽ അകലെയുള്ള ഓലക്കൂരിൽ കിടക്കുകയാണ് അമ്മ. മക്കളെ അവസാനമായി ഒന്ന് കാണണം. അവരെ അവിടെ എത്തിച്ചു. ഓലക്കീറിൻ്റെ പഴുതിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു. കാര്യമെന്തെന്നറിയില്ലെങ്കിലും മക്കൾ നിലവിളിച്ച് കരഞ്ഞു. അമ്മ തങ്ങളെ കൈകാട്ടി വിളിക്കുന്നത് 4 വയസ്സുകാരൻ കണ്ടു. അങ്ങോട്ടേക്ക് കുതിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർ പിടിച്ചു നിർത്തി. കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു. മക്കൾ മറിഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു. പിന്നെ അച്ഛൻ ശങ്കരൻ തന്നെയായിരുന്നു അമ്മയും. വി.എസിന് 16 വയസ്സുള്ളപ്പോൾ അച്ഛനും കടുത്ത രോഗമെന്ന് മരിച്ചു. അന്നത്തോടെ വി.എസ്. നിരീശ്വരവാദിയായി, കടുത്ത നിരീശ്വരവാദിയായി. അതേ തുടർന്ന് ഒരിക്കൽ വി.എസ്. പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛൻ്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു. അറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. വൈദ്യരുടെ അടുത്ത് പോയി അച്ഛൻ മരുന്ന് വാങ്ങിയിരുന്നത് ഞാനായിരുന്നു. പക്ഷേ എന്ത് കാര്യം? അച്ഛൻ മരിച്ചു. അതോടെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ദൈവത്തെയും വിളിച്ചതുമില്ല. വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായത്. 1946 സെപ്റ്റംബറിൽ പൂഞ്ഞാറിലൊരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ കഴിയുമ്പോൾ വി.എസ്. പോലീസിൻ്റെ പിടിയിലായി. ഈരാറ്റുപേട്ട പോലീസ് ഔട്ട് പോസ്റ്റിലും പിന്നീട് പാലാ സ്റ്റേഷനിലും കൊണ്ടുവന്ന് മർദ്ദിച്ചു. ഒരു പോലീസുകാരൻ തോക്കിൻ്റെ ബാനറ്റ് കാലിൽ കുത്തിയിറക്കി. ലോക്കപ്പിലേക്ക് രക്തം തെറിച്ചു. അതോടെ വി.എസ്. ബോധരഹിതനായി. ഇതിനിടയിൽ ഒരു ദിവസം ഇടിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാരായണപിള്ള എന്ന പോലീസുകാരൻ ലോക്കപ്പിലേക്ക് കയറി. പിന്നെ ഇടിയോടിടിയായി. ഇടിയുടെ ആഘാതത്തിൽ മൂത്രതടസ്സം വരെ ഉണ്ടായി. ഇതിനിടയിൽ ബോധം കെട്ട വി.എസ്. മരിച്ചുപോയെന്നാണ് പോലീസ് കരുതിയത്. ചത്തെങ്കിൽ മൃതദേഹം കൊണ്ടുപോയി കാട്ടിൽ കളയാനായിരുന്നു നാരായണപിള്ളയുടെ കൽപ്പന. ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴാണ് ഉണ്ടായിരുന്ന കോലപ്പൻ എന്ന പേരുള്ള മോഷ്ടാവ് വി.എസ്. മരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞത്. കോലപ്പൻ കരഞ്ഞു വിളിച്ചപ്പോൾ പോലീസുകാർ വി.എസിനെ പാലായിലെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വി.എസിന് അതൊരു പുനർജന്മമായിരുന്നു. വി.എസിനെ ഇടിച്ചു പിഴിഞ്ഞ കൃഷ്ണൻ നായർ എന്ന SIയെ കാത്തിരുന്നത് കാലത്തിൻ്റെ തമാശ. അപ്പോഴേക്കും കേരളം പിറന്നു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അംഗവുമാണ് വി.എസ്. പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി CS ഗോപാലപിള്ളയുടെ ഒരു കത്തുമായാണ് അന്ന് കൃഷ്ണൻ നായരുടെ വരവ്. സ്ഥാനക്കയറ്റത്തിന് സംസ്ഥാന സെക്രട്ടറി അംഗമായ വി.എസ്. ശുപാർശ ചെയ്യണം എന്നതായിരുന്നു ആവശ്യം. വി.എസ്. ആ ശുപാർശ നടത്തിക്കൊടുത്തുവോ എന്നത് മറ്റു കാര്യം. പ്രായം എത്രയായാലും നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കൊരുക്കമില്ലാത്ത നേതാവായിരുന്നു വി.എസ്. സ്വന്തം കാര്യത്തിലും ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും. അങ്ങനെയാണ് വി.എസ്. ഹിന്ദി പഠിച്ചത്. ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്നൊരു താല്പര്യം. പിന്നൊന്നും ആലോചിച്ചില്ല. ഹിന്ദി അധ്യാപകനെ വിളിച്ചു വരുത്തി അതും പഠിച്ചെടുത്തു. കമ്പ്യൂട്ടർ വ്യാപകമായപ്പോൾ അതും പഠിച്ചു. ഒരു ശീലത്തിനും വി.എസിനെ തോൽപ്പിക്കാനായില്ല. ചെറുപ്പത്തിൽ നന്നായി സിഗരറ്റ് വലിക്കുമായിരുന്നു. ചെയിൻ സ്മോക്കറായിരുന്നു. 1959 ഒരു പനി വന്നു. അത് ആസ്മയിലേക്ക് വഴിമാറി. ചികിത്സിച്ചിരുന്ന ഡോക്ടർ KN പൈ ചോദിച്ചു, ഈ പുകവലി ഒഴിവാക്കിക്കൂടെയെന്ന്. ഒഴിവാക്കാമെന്ന് ഒറ്റ വാക്ക്. എപ്പോൾ മുതലെന്നായി ഡോക്ടർ. ഇപ്പോൾ മുതലെന്ന് വി.എസിൻ്റെ മറുപടി. അതാണ് വി.എസ്. അതുമാത്രമല്ല, പലർക്കും, സുഹൃത്തുക്കൾക്കും ശത്രുക്കൾക്കും ആരാധകർക്കുമൊക്കെ പലതുമാണ് വി.എസ്. എന്ന വി.എസ്. അച്യുതാനന്ദൻ.